അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 20-ാമത്തെ ആയത്ത് സൂറത്ത് ശുആറാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال فعلتها إذا وأنا من الضالين. ففررت منكم لما خفتكم فوهب لي ربي حكما وجعلني من المرسلين. وتلك نعمة تمنها علي أن عبدت بني إسرائيل. أن عبدت بني إسرائيل. قال فرعون وما رب العالمين. قال رب السماوات والأرض وما بينهما إن كنتم موقنين. قال لمن حوله ألا تستمعون. قال ربكم ورب آبائكم الأولين. قال إن رسولكم الذي أرسل إليكم لمجنون. മൂസാ നബി അലൈഹിസ്സലാമയുടെ ജീവചരിത്രത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അള്ളാഹു ഈ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത് ഓരോ വിശ്വാസിക്കും ബാധ്യതയാണ് ദീന് താൻ മനസ്സിലാക്കി വെച്ച ദീനീ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പ്രബോധനം ചെയ്യുക എന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ബാധ്യതയുള്ളവർ അമ്പിയാക്കന്മാരായിരുന്നു. ആ അമ്പിയാക്കന്മാർ ഈ രംഗത്ത് പ്രബോധന പ്രവർത്തനങ്ങളുമായി നടന്നപ്പോൾ അഭിമുഖീകരിച്ച പ്രയാസങ്ങളും അവരുടെ മനോധൈര്യവും തവക്കുലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഏത് മഹാരാജാവിനോടും സത്യം തുറന്നു പറയാനുള്ള നിശ്ചയദാർഢ്യവും ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് മാതൃകയാകാനാണ് ഈ ചരിത്രം പറഞ്ഞു തരുന്നത്. മൂസാ നബി അലൈഹിസ്സലാമും ഫിറഔനും തമ്മിലുണ്ടായ സംഭാഷണം ഇത്ര വിശദമായി തൗറാത്തിലോ ഇഞ്ചീലിലോ ഇല്ല. അത് ഖുർആനിൽ മാത്രമാണ്. അതായത് മനുഷ്യ സമൂഹത്തിൽ പൂർവകാല നബിമാരുടെ ചരിത്രത്തിലേക്ക് കൃത്യതയുള്ള ഒരു വെളിച്ചം വീശുന്ന വേദഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. തൗറാത്തിലും ഇഞ്ചീലിലും ഇതിന് തുല്യമായ കുറേയെല്ലാം ചരിത്രങ്ങളുണ്ട് എങ്കിലും ചില ഭാഗങ്ങൾ ഖുർആനിൻ്റെ ചരിത്ര ആഖ്യാനവുമായി യോജിച്ചു വരുന്നില്ല. കുറേ ഭാഗങ്ങൾ യോജിച്ചു വരുന്നുണ്ട് താനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഖുർആനിലുള്ള പൂർവകാല വേദക്കാരുടെയും നബിമാരുടെയും ചരിത്രം അതേപടി അഹ്ലുൽ കിതാബുകളുടെ വേദഗ്രന്ഥങ്ങളിലുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഉപോത്ബലകമായി സ്വീകരിക്കാം. ഖുർആനിൽ പറയാത്തതോ അല്ലെങ്കിൽ പറഞ്ഞതിന് വിരുദ്ധമായതോ ആയ ചരിത്രമാണ് വേദഗ്രന്ഥങ്ങളിലുള്ളതെങ്കിൽ നിങ്ങളത് സ്വീകരിക്കേണ്ടതില്ല. കാരണം അതിലൊക്കെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് നബി അത് പറഞ്ഞു. ഇനി ഖുർആനിൽ തീരെയുമില്ലാത്ത
അഹ്ലു കിതാബുകളിലെ വേദഗ്രന്ഥങ്ങളിൽ മാത്രം ഉള്ളതോ അല്ലെങ്കിൽ അവർ പറയുന്നതോ ആയ മറ്റു വല്ല ചരിത്ര വസ്തുതകളുമുണ്ടെങ്കിൽ ലാ തുസദ്ദിഖൂഹും വലാ തുകദ്ദിബൂഹും, അത് കള്ളമാണ് എന്ന് നിങ്ങൾ പറയണ്ട, എന്നാൽ അത് സത്യമാണ് എന്നും പറയണ്ട, രണ്ടും പറയണ്ട, നിങ്ങളത് കേട്ടാൽ മതി. അതാണ് നബി പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തിൽ ഫിറഔനുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ്. ഇത് ഏറ്റുമുട്ടുന്നത് ആരോടാണ് എന്ന് നമ്മൾ അറിയണം. അവരുടെയൊക്കെ ജീവിതം അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്ട് ഒഴിഞ്ഞു വെച്ചതാണ്. അവർ ഏറ്റുമുട്ടുന്നത് ചെറിയ ആളോടൊന്നുമല്ല, രാജ്യത്തിലെ മഹാരാജാവിനോടാണ്. ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്ന് പറയാൻ മാത്രം ജനങ്ങൾക്കിടയിൽ സ്വാധീനവും ശക്തിയും ഉണ്ടായിരുന്ന ഫിറഔനോടാണ് മൂസാ നബിയും ഹാറൂൻ നബിയും കൂടി ഏറ്റുമുട്ടുന്നത് ആദർശപരമായിട്ട്. അപ്പോൾ ആ വിഷയമാണ് പറഞ്ഞത്. ഫിറൗൻ്റെ അടുക്കൽ വന്ന് ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലുകളാണെന്ന് പറയണം. അതിനൊക്കെ ഉണ്ടായിരുന്ന അവരുടെ ആ മനോധൈര്യം, അതിൽ നമുക്ക് മാതൃകയുണ്ട്. നമ്മൾ എന്തെങ്കിലും ആർക്കെങ്കിലും വെറുപ്പുണ്ടാവോ, അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിക്ക് വേണ്ടി, നമ്മുടെ ആളുകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ താൽക്കാലികമായ ലാഭത്തിനു വേണ്ടി നമ്മൾ നല്ലത് പറഞ്ഞു കൊടുക്കാനോ സത്യം തുറന്നു പറയാനോ മടിക്കുന്ന ഒരു കാലത്താണ് പിൽക്കാലക്കാർ ഉള്ളത്. എന്നാൽ നമ്മുടെ പൂർവികന്മാരായ നബിമാർ വളരെ മനോധൈര്യത്തോടുകൂടി അവരുടെ മുമ്പിൽ ഉറച്ചു നിൽക്കുകയും എന്നിട്ടും അവർ ആക്രമിക്കപ്പെടാതെ അള്ളാഹുവിൻ്റെ സഹായത്തിന് അർഹരായി രക്ഷപ്പെട്ടു പോന്നിട്ടുമുണ്ടല്ലോ. ഫിറഔൻ്റെ മുമ്പിൽ അങ്ങനെയൊക്കെ കലഹങ്ങളും ചർച്ചകളും വാദകോലാഹലങ്ങളും പ്രതിവാദങ്ങളൊക്കെ നടന്നിട്ടും അവസാനം മൂസാ നബി അലൈഹി സ്വലാമിനെ ബാഹ്യമായ എല്ലാ മാനദണ്ഡം വെച്ച് നോക്കുകയാണെങ്കിൽ മൂസാ നബിയുടെയും ഹാറൂൻ നബിയുടെയും പൊടി പോലും കാണാൻ ഈജിപ്തിൽ കഴിയുമായിരുന്നില്ല. അതിന് മാത്രം ശക്തിയും ആൾബലവുമുള്ള ആളാണ്. പക്ഷേ അല്ലാഹു തആല അവർ രണ്ടുപേരെയും രക്ഷപ്പെടുത്തി എന്ന് മാത്രമല്ല, അവരെ ആക്രമിക്കാൻ വന്നിരുന്നവരെ നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതിലൊക്കെ നമുക്കുമുണ്ട് കുറേ ഗുണപാഠങ്ങൾ. അതിനാണ് ഈ ചരിത്രം പറഞ്ഞു തരുന്നത്. ബനൂ ഇസ്രായേലിനെ ഞങ്ങളുടെ കൂടെ അയക്കണം, അത് നീ അടിമകളാക്കി കഷ്ടപ്പെടുത്തി വെച്ചതാണ് എന്ന് പറഞ്ഞപ്പോഴാണ് അലം നുറബ്ബിക ഫീന വലീദൻ, ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് ഞങ്ങളുടെ അടുക്കലല്ലേ നിന്നെ ഞങ്ങൾ പോറ്റി വളർത്തിയത്. മൂസാ നബി അലൈഹിസ്സലാം 40 വയസ്സോളം ഈജിപ്തിൽ ഫിറഔൻ്റെ കൊട്ടാരത്തിൽ താമസിച്ചു എന്നാണ് ചരിത്രത്തിലുള്ളത്, ഹദീസിലും ഖുർആനിലുള്ളതല്ല. 40 വയസ്സോളം 120ഓളം വയസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്നും 40 വയസ്സ് ഫിറഔൻ്റെ കൊട്ടാരത്തിലായി. അവിടുന്നാണ് പിന്നെ ചാടിപ്പോകുന്നത്. പിന്നെ 10 വർഷം ശുഐബ് നബി അലൈഹി സ്വലാമിൻ്റെ ആടുകളെ മേച്ച് അവിടെ 10 വർഷം നടന്നു, 50ആയി. പിന്നീടുള്ള ശിഷ്ടകാലമാണ് ഫിറൗനിൻ്റെ ഈജിപ്തിലും പിന്നീട് സീനാ മരുഭൂമിയിലും അങ്ങനെയൊക്കെ കഴിഞ്ഞുകൂടുന്നതെന്നാണ് ചരിത്രത്തിലുള്ളത്. ആ ചരിത്രം വിശ്വാസയോഗ്യമായി ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയെ പോലെയുള്ള ആളുകൾ രേഖപ്പെടുത്തിയ ചരിത്രവുമാണ്. അപ്പോൾ അതാണ് അലം നുറബ്ബിക ഫീന വലീദൻ, കുട്ടിയായിരുന്ന കാലത്ത് നീ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ. വലബിസ്ത ഫീന മിൻ ഉമരിക സിനീൻ, കുറേ കൊല്ലങ്ങൾ നിൻ്റെ ആയുഷ്കാലത്ത് ഞങ്ങളോടൊപ്പമല്ലേ നീ താമസിച്ചത്. എന്നിട്ട് ഫഅൽത ഫഅലതകല്ലതി ഫഅൽത, നീ ചെയ്ത ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്തില്ലേ നീ. വകുൻത മിനൽ കാഫിരീൻ, നീ വകുൻത മിനൽ അൻത മിനൽ കാഫിരീൻ, അങ്ങനെ നീ നിഷേധികളിൽപ്പെട്ടവനായിട്ടുണ്ടല്ലോ. പിന്നെ എങ്ങനെയാണ് നീ ഞങ്ങളെ നന്നാക്കാൻ വരിക എന്നാണ് ചോദിക്കേണ്ടത് ഫിറഔന്. ഈ ജാതി കുരുത്തക്കടൊക്കെ ചെയ്ത് അക്രമം ചെയ്ത് നിഷേധിയായി ഇവിടുന്ന് പോയ ആൾ ഇനി ഞങ്ങളെ നന്നാക്കാനാണോ വരുന്നത്? അൻത മിനൽ കാഫിരീൻ, നീയും നിഷേധികളുടെ കൂട്ടത്തിലാണല്ലോ എന്ന് ഫിറഔൻ മൂസാ നബിയോട് ചോദിച്ചു എന്നാണ് കഴിഞ്ഞ ആയത്തുകളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ മൂസാ നബി ഒരു സമ്മതിക്കുകയാണ്, ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഫിറൗൻ്റെ കൊട്ടാരത്തിൽ ജീവിക്കുന്ന കാലത്ത് ഒരു കിബ്തിക്കാരനായ ഫിറൗൻ്റെ ഗോത്രവർഗത്തിൽപ്പെട്ട ഒരാളും ഇസ്രായേലനും തമ്മിൽ കലഹിച്ചപ്പോൾ
ആ ഇസ്രായേലിനെ അയാൾ അടിച്ചു. ആ ഇസ്രായേലിനെ അല്ല, ഫിറഔൻ്റെ ഖിബ്തിയെ, ഇസ്രായേലിന് വേണ്ടി. കാരണം ഇസ്രായേലൻ മർദ്ദിതനാണ്, ഖിബ്തിയാണ് മർദ്ദകൻ. അപ്പോൾ മർദ്ദകനെ മൂസാ നബി അലൈഹി സ്വലാം അടിച്ചപ്പോൾ അയാൾ കൈമോശം വന്ന് മരിച്ചുപോയി. ആജാതി അടിച്ചതാണ്, കൊല്ലണം എന്ന് വിചാരിച്ചതല്ല. അങ്ങനെ ഒരു അബദ്ധം വന്നിട്ടുണ്ട്, അത് മൂസാ നബി സമ്മതിച്ചു. അതാണ്, അങ്ങനെയൊക്കെ നീ ഒരാളെ കൊന്നുപോയതല്ലേ, പിന്നെ എങ്ങനെ ഞങ്ങളെ നന്നാക്കാൻ വരുന്നു? അൻത മിനൽ കാഫിരീൻ, നീ നിഷേധികളുടെ കൂട്ടത്തിലല്ലേ എന്ന് പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഖാല, അദ്ദേഹം പറഞ്ഞു, ഫഅൽതുഹ, ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട്, ശരി തന്നെയാണ്, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. ഫഅൽതുഹ ഇദൻ, അപ്പോൾ ഞാനത് ചെയ്തിട്ടുണ്ട്. വഅന മിനൽ, അങ്ങനെ ഞാനപ്പോൾ അത് ചെയ്തപ്പോൾ ഞാൻ പിഴച്ചു പോയ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടവനായിരുന്നു. അന്ന് എനിക്ക് ഈ ബോധം ഉണ്ടായിരുന്നില്ല, അന്ന് അള്ളാഹുവിൻ്റെ വഹി കിട്ടിയിരുന്നില്ല, പ്രവാചകനായിരുന്നില്ല, എൻ്റെ അടുക്കൽ വന്ന അബദ്ധമായിരുന്നു. ചരിത്രത്തിൽ കാണാം, മൂസാ നബി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തു, അള്ളാഹുവേ, ഞാൻ കരുതിക്കൂട്ടി അയാളെ കൊല്ലണമെന്ന് വിചാരിച്ചതല്ല, അയാളെ കൊന്നിട്ട് അവിടെ ജീവിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. കാരണം അവിടുത്തെ ഭരണവർഗത്തിൽപ്പെട്ടവനെയാണ് ഞാൻ കൊന്നത്. അപ്പോൾ കൊല്ലാൻ വേണ്ടി അടിച്ചതല്ല, അയാൾ മറ്റൊരാളെ മർദ്ദിച്ചപ്പോൾ മർദ്ദിതന് വേണ്ടി ഞാൻ അദ്ദേഹത്തെ അടിച്ചതാണ്, മർദ്ദിതൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ചെയ്തതാണ്. പക്ഷേ അത് പഴിച്ച് അദ്ദേഹം മരിച്ചുപോയി എന്ന് പറയുകയും അദ്ദേഹം മൂസാ നബി പ്രാർത്ഥിക്കുകയും അല്ലാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് മറ്റൊരിടത്ത് കാണാം. അപ്പോൾ അതുകൊണ്ട് അതാണ് ഈ മൂസാ നബി പറയുന്നത്, ഫഅൽതുഹ, ഞാനത് ചെയ്തു, ഇദൻ വഅന മിനൽ ളാലിൻ, ഞാൻ പിഴച്ചവനായിക്കൊണ്ടാണ് അങ്ങനെ ചെയ്തത്, എൻ്റെ അടുക്കൽ പഴുവ് പറ്റിയതാണ്, വഴികേട് പറ്റിയതാണ്, ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട്. ഫറർതു മിൻകും, അങ്ങനെ ഫറ എന്ന് പറഞ്ഞാൽ ഓടിപ്പോയി, ഫറർതു മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഞാൻ ഓടിപ്പോയി. ലമ്മാ ഖിഫ്തുക്കും, ഖാഫ, ഭയപ്പെട്ടു, അതാണ് ഖൗഫ്, ഭയം. ലമ്മാ ഖിഫ്തുക്കും, ഞാൻ നിങ്ങളെ ഭയപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളിൽ നിന്നത് ഓടിപ്പോയി. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമാണ് ഖിബ്തിയെ കൊന്നത് എന്ന് ഫിറഔനും അനുയായികളും അറിഞ്ഞപ്പോൾ അയാളെ തിരിച്ച് മൂസാ നബിയെ പ്രതികാരം ചോദിക്കാനും കൊല്ലാനും ഫിറഔൻ്റെ ഉത്തരവിട്ടിട്ടുണ്ടെന്നും ഫിറഔൻ്റെ അനുയായികൾ അതിന് തക്കം നോക്കി നടക്കുകയാണെന്നും മനസ്സിലായി മൂസാ നബിക്ക്. അപ്പോൾ അവിടുന്ന് നാട് വിട്ടതാണ്. അതാണ് ഫറർതു മിൻകും ലമ്മാ ഖിഫ്തുക്കും, നിങ്ങൾ എന്നെ കൊല്ലുമെന്ന് ഞാൻ ഭയപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് ഓടിപ്പോയിരുന്നു. എന്നിട്ടോ ഫവഹബലി റബ്ബി ഹുക്മ, അങ്ങനെ എൻ്റെ റബ്ബെനിക്ക് പിന്നീട്, എന്ന് പറഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞു, അതെല്ലാം കഴിഞ്ഞ് പിന്നീട് വഹബലി റബ്ബി ഹുക്മ, എൻ്റെ റബ്ബ് എനിക്ക് ജ്ഞാനം നൽകി. വജഅലനി മിനൽ മുർസലീൻ, എന്നെ മുർസലീങ്ങളുടെ കൂട്ടത്തിൽ അവൻ നിശ്ചയിക്കുകയും ചെയ്തു. അപ്പോൾ മൂസാ നബി കുറ്റം സമ്മതിച്ചു, എന്നാൽ വസ്തുത തുറന്നു പറഞ്ഞു, ഞാൻ ചെയ്തു, പിഴച്ച് ചെയ്തതാണ്. പിന്നീട് ഞാൻ അവിടുന്ന് ഓടിപ്പോയി നിങ്ങളെ പേടിച്ചിട്ട്. പിന്നീട് എനിക്ക് അല്ലാഹു തആല അറിവ് നൽകി, അതൊന്നും പാടുണ്ടായിരുന്നില്ലെന്നും ഞാൻ ജനങ്ങളെ ഉത്ബോധിപ്പിക്കണം, നല്ല കാര്യത്തെ പറ്റിയുള്ള ഹുക്മ്, അറിവ്, ജ്ഞാനം അതെനിക്ക് നൽകി. ഹുക്മ്, അറിവ് എന്നതും വിധികർത്തൃത്വം, അതായത് ശരിയായ വിധികൾ എന്താണ്, ശരിയും തെറ്റും എന്താണ് എന്നിങ്ങനെയുള്ള അറിവും ജ്ഞാനവും വിധി തീർപ്പാക്കാനുള്ള അറിവ് എനിക്ക് നൽകി. വജഅലനി മിനൽ മുർസലീൻ, അറിവിനോടൊപ്പം മുർസലായിട്ട് എന്നെ അല്ലാഹു തആല നിയോഗിക്കുകയും ചെയ്തു, പ്രവാചകന്മാരിൽ ഒരാളായി എന്നെ അല്ലാഹു തആല നിശ്ചയിക്കുകയും ചെയ്തു. എന്നാൽ ഉള്ളത് ഉള്ള പോലെ മൂസാ നബിയാണ് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന തെറ്റുകളും പറഞ്ഞു, അദ്ദേഹം ചെയ്ത പണികളും പറഞ്ഞു. എന്നിട്ട് അല്ലാഹു തആല എനിക്ക് ഈ ഒരു ബോധനം നൽകി മുർസലാക്കിയിട്ടുണ്ട് എന്നും ഫിറഔനോട് പറഞ്ഞു. വതിൽക നിഅമത്തുൻ തമുന്നുഹ അലയ്യ. അപ്പോൾ ഫിറഔന് മൂസാ നബി ചെയ്ത തെറ്റുകൾ പറഞ്ഞുകൊണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ എന്നിട്ടും നീ എൻ്റെ അടുക്കൽ ഇവിടെ വന്ന് എന്നെ പ്രബോധനം ചെയ്യുകയാണോ എന്നാണല്ലോ ചോദിക്കേണ്ടത്. അതിന് മൂസാ നബി പറയാണ്, വതിൽക നിഅമത്തുൻ തമുന്നുഹ അലയ്യ, നീ എന്നോട്
എടുത്തു പറയുന്ന ഒരു അനുഗ്രഹം, അൻ അബ്ബത്ത ബനി ഇസ്രായേൽ, ഇസ്രായേൽ സമൂഹത്തെ നീ അടിമകളാക്കി വെച്ചു എന്നതാണോ? അതാണ് മൂസാ നബി ഇങ്ങനെ അടിയും കൂടി ഒരാളെ കൊന്നുപോയതല്ലേ, ഈ ഗാഫറല്ലേ, ഈ നന്നാക്കാൻ വരണമെന്ന് ചോദിച്ചപ്പോൾ ശരി, എൻ്റെ ഒരു അബദ്ധം എൻ്റെ അടുക്കൽ വന്നു, ഞാനത് സമ്മതിച്ചു, പക്ഷേ നീ അതിനേക്കാളും വലിയൊരു അക്രമം നടത്തിയിട്ടുണ്ട്. അതെന്താ? അൻ അബ്ബത്ത ബനി ഇസ്രായേൽ, ഇസ്രായേൽ സമൂഹത്തെ നീ അടിമകളാക്കി വെച്ചു. അതല്ലേ നിനക്ക് എന്നോട് എടുത്തു പറയാൻ പറ്റിയൊരു നിയമത്ത് ഉള്ളത്? നീ എന്നോട് എന്നെ ഞാൻ തെറ്റുകാരനായി, എന്നിട്ട് വീണ്ടും വന്നപ്പോൾ നീ എന്നെ ഒന്നും ഉപദ്രവിക്കുന്നില്ല, അതൊക്കെ പറഞ്ഞിട്ട് നീ ഒരു അനുഗ്രഹം എടുത്തു പറയാണല്ലോ. പക്ഷേ ബനൂ ഇസ്രായേൽക്കാരെ അടിമകളാക്കി വെച്ചില്ലേ എന്ന് പറഞ്ഞ് ഫിറഔൻ ചെയ്യുന്ന ഒരു തെറ്റിനെ മൂസാ നബി അലൈഹിസ്സലാം അങ്ങോട്ട് വെച്ചു കൊടുത്തു. വതിൽക നിഅമത്തുൻ തമുന്നുഹ അലയ്യ അൻ അബ്ബത്ത ബനി ഇസ്രായേൽ, ഇസ്രായേൽ സമൂഹത്തെ അടിമകളാക്കി വെച്ചു എന്നതല്ലേ എൻ്റെ മേൽ നീ എടുത്തു പറയുന്ന ഒരു അനുഗ്രഹം? അതൊരു വലിയ അനുഗ്രഹം ഒന്നല്ലല്ലോ. ഇസ്രായേലിനെ അടിമകളാക്കി വെച്ചു എന്നുള്ളത് ഫിറഔന് എടുത്തു പറയാൻ പറ്റിയൊരു കാര്യമൊന്നുമല്ല. പക്ഷേ ഒരു തെറ്റായ കാര്യം നീ ചെയ്തിട്ട് അത് നീ മറന്ന് വലിയ കാര്യം ചെയ്തു എന്ന അനുഗ്രഹം എടുത്തു പറയാണോ നീ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഫിറഔനെ ഒരു പരിഹാസത്തോടുകൂടി അവൻ്റെ ധിക്കാരം, അവൻ ചെയ്യുന്ന ധിക്കാരത്തെ മൂസാ നബി അദ്ദേഹത്തോട് തുറന്ന് പറയാണ്. അപ്പോൾ അദ്ദേഹം മൂസാ നബി ഫിറഔൻ ചോദിക്കുകയാണ്, ഖാല ഫിർഔനു വമാ റബ്ബുൽ ആലമീൻ. ഖാല ഫിർഔൻ, അപ്പോൾ ഫിർഔൻ ചോദിച്ചു, വമാ റബ്ബുൽ ആലമീൻ, എന്താണ് ഈ റബ്ബുൽ ആലമീൻ? അപ്പോൾ അതിന് മുമ്പ് മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ പ്രബോധനം നടത്തിയിട്ടുണ്ട്. ആ പ്രബോധനത്തിലുണ്ട് റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെയാണ്, ലോകരക്ഷിതാവായ അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത്, നീ അങ്ങനെ ലോകരക്ഷിതാവൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവണം. മറ്റു ആയത്തുകളിൽ അങ്ങനെ പറഞ്ഞതായിട്ട് കാണാം. അപ്പോൾ ഫിറഔൻ ചോദിക്കുകയാണോ മാ റബ്ബുൽ ആലമീൻ, എന്താണ് ഈ റബ്ബുൽ ആലമീൻ? എനിക്ക് മനസ്സിലാവണമെന്നല്ലോ, ഞാനല്ലേ ഇവിടുത്തെ റബ്ബ്, പിന്നെ ലോകരക്ഷിതാവ് എന്ന് നീ പറഞ്ഞത് ആരെപ്പറ്റിയാണ്, എന്താണത്? ഖാല, അപ്പോൾ മൂസാ നബി പറഞ്ഞു, റബ്ബുസ്സമാവാതി വൽ അർളി വമാ ബൈനഹുമാ, ആകാശങ്ങളുടെ രക്ഷിതാവ്, ഭൂമിയുടെയും രക്ഷിതാവ്, വമാ ബൈനഹുമാ, ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ആകാശങ്ങളുടെയും ഇടയിലുള്ള വസ്തുക്കളുടെയും രക്ഷിതാവ്, എല്ലാ ജീവജാലങ്ങളുടെയും ചരാചരങ്ങളുടെയും ആകാശഭൂമികളുടെയും രക്ഷിതാവായ അള്ളാഹു, അതാ റബ്ബുൽ ആലമീൻ. നീ ഈജിപ്തുകാരുടെ രക്ഷിതാവാണ്, നീ ഈജിപ്തുകാരുടെ റബ്ബാണെന്നും പറഞ്ഞ് എൻ്റെ സമൂഹത്തെ അടിമകളാക്കി കഷ്ടപ്പെടുത്തുന്ന ആളാണ് നീ. എന്നാൽ ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന റബ്ബുസ്സമാവാതി വൽ അർളി വമാ ബൈനഹുമാ, ആ റബ്ബിലേക്ക് വരണമെന്നാണ് ഞാൻ നിന്നോട് പറയുന്നത്. ഇൻ കുൻതും മൂഖിനീൻ, നിങ്ങൾ യഖീനുള്ള ആളുകളാണെങ്കിൽ, ദൃഢമായി വിശ്വസിക്കുന്നവരാണെങ്കിൽ ആ റബ്ബിങ്കലേക്കാണ് നിങ്ങൾ വരേണ്ടത് എന്ന് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ ഫിറഔന് ഉത്തരം മുട്ടുകയാണ്. അവൻ കളിയാക്കാൻ പോവുകയാണ് മൂസാ നബിയെ. ഖാല, ഫിറഔൻ പറഞ്ഞു, ലിമൻ ഹൗലഹു, തൻ്റെ ചുറ്റുമുള്ള ആളുകളോട് എന്ന് പറഞ്ഞാൽ തൻ്റെ പരിവാരങ്ങളോട്, അലാ തസ്തമിഊൻ, നിങ്ങൾ കേൾക്കണില്ലേ ഈ പറയേണ്ടതൊക്കെ? ഇതൊക്കെ നിങ്ങൾ കേൾക്കണില്ലേ? ഖാല, അപ്പോൾ മൂസാ നബി ഒന്നും കൂടിയും പറഞ്ഞു, അലാ തസ്തമിഊൻ, നീ കേട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാനല്ലാതെ ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന റബ്ബുസ്സമാവാത്ത് വൽ അർള് ഉണ്ടല്ലോ, അതാപ്പോൾ ഇവൻ പറയുന്നത് നിങ്ങൾ കേൾക്കണില്ലേ? ഇവൻ ഈ പറയുന്ന കള്ളവർത്തമാനം എന്നാണ് ഫിറഔൻ്റെ സൂചന. അപ്പം മൂസാ നബീനോട് അദ്ദേഹം, അല്ലാത്ത നിങ്ങൾ കേട്ടില്ലേ, ഈ ജാതി ബഡായികൾ കേൾക്കുന്നില്ലേ എന്ന് പരിഹാസത്തോടു കൂടി പറയുമ്പോൾ മൂസാ നബി ഒന്നുകൂടി ഉറപ്പിച്ച് പറയാണ്, ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബും, വറബ്ബു ആബാഇക്കുമുൽ അവ്വലീൻ, നിങ്ങളുടെ പൂർവ്വപിതാക്കളുടെ റബ്ബുമായ അള്ളാഹു. അപ്പം നീ റബ്ബാണ് എന്നാണല്ലോ പറയേണ്ടത്. നിങ്ങളുടെ എല്ലാവരുടെയും റബ്ബും നിങ്ങളുടെ പിതാക്കന്മാരുടെ റബ്ബും വേറെയാണ്, അവനാണ് ഇതിനൊക്കെ സൃഷ്ടിച്ചത്. ആ റബ്ബിങ്കലേക്കാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് എന്നർത്ഥം. റബ്ബുക്കും വറബ്ബു ആബാഇക്കുമുൽ അവ്വലീൻ, നിങ്ങളുടെ അവ്വലീങ്ങളായ ആദ്യം വന്ന് പൂർവികമായി വന്ന ആ പിതാക്കന്മാരുടെയും റബ്ബായ അള്ളാഹുവിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഖാല, അപ്പോൾ ഫിർഔൻ പറഞ്ഞു, ഇന്ന റസൂലക്കും അല്ലദീ ഉർസില ഇലൈക്കും,
നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ ദൂതൻ ല മജ്നൂൻ, നല്ലൊരു ഭ്രാന്തൻ തന്നെയാണ്. ഫിറൗനൊന്നും പറയാനില്ല, പിന്നെ അവസാനം അതിനെ എതിർക്കാനൊന്നും കഴിയണില്ല. ഞാനാണ് റബ്ബ് എന്നാണല്ലോ അവൻ പറയുന്നത്. അവൻ്റെയും അവൻ്റെ വാപ്പാമാരുടെയും റബ്ബ് വേറെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവൻ നല്ല ഭ്രാന്തൻ തന്നെയാണ്. ഉത്തരം മുട്ടിയപ്പോൾ പറയുന്നതാണ്, ഇന്ന റസൂലക്കുമുല്ലതി ഉർസില ഇലൈക്കും, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട നിങ്ങളുടെ റസൂല് ല മജ്നൂൻ, അവൻ മജ്നൂൻ തന്നെയാണ്, ഭ്രാന്തൻ തന്നെയാണ്. ഇന്ന എന്ന് പറഞ്ഞാലും ല എന്ന് പറഞ്ഞാലും തീർച്ചയായും, ഉറപ്പായിട്ടും എന്നർത്ഥമാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഈ ദൂതൻ ഭ്രാന്തൻ തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ മൂസാ നബി ഒന്നും കൂടി വെച്ചു കൊടുത്തു, ഒരു തെളിവും കൂടി. ഖാല, മൂസാ നബി പറഞ്ഞു, റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി വമാ ബൈനഹുമാ, ഉദയാസ്തമനങ്ങളുടെ രക്ഷിതാവ്, മശ്രിഖിൻ്റെയും മഗ്രിബിൻ്റെയും, ഉദയത്തിൻ്റെയും ഉദയസ്ഥാനത്തിൻ്റെയും അസ്തമനസ്ഥാനത്തിൻ്റെയും രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ ഉദിക്കുന്ന സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നത് വരെയുള്ള ഈ ഭൂലോകത്തിൻ്റെ രക്ഷിതാവ്, ഒമാ ബൈനഹുമ, അവ രണ്ടിൻ്റെയും ഇടയിലുള്ള മുഴുവൻ വസ്തുക്കളുടെയും രക്ഷിതാവ്, ഇൻ കുൻതും താഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന രക്ഷിതാവുണ്ട്, ആ രക്ഷിതാവെങ്കിലേക്ക് വരണം. റബ്ബുൽ ആലമീൻ എന്നാണ് ചോദിച്ചതിന് മൂസാ നബി അലൈഹിസ്സലാം അവൻ എന്ത് തട്ടുത്തരവും പരിഹാസവും പറഞ്ഞാലും തിരിച്ച് റബ്ബിനാണ് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അതാണ്, റബ്ബിനാണ് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ആകാശഭൂമികളെയും അവക്കിടയിലുള്ളതിനെയും സൃഷ്ടിച്ച രക്ഷിതാവ്, നിങ്ങളുടെ വാപ്പമാരുടെയും രക്ഷിതാവ്, ഉദയസ്ഥലം മുതൽ അസ്തമന സ്ഥലം വരെയുള്ള അത് രണ്ടിൻ്റെയും ഇടയിലുള്ള ഈ ഭൂലോകത്തിൻ്റെ രക്ഷിതാവ്, ആവർത്തിച്ച് റബ്ബിനാണ് പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ ഫിറഔന് അദ്ദേഹം ദേഷ്യം പൂണ്ടു. അദ്ദേഹം മൂസാ നബിയോട് പറയാണ്, ഖാല പറഞ്ഞു, ലഇനിത്തഖർത ഇലാഹൻ ഗൈരി, ലഇനിത്തഖർത, നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ഇലാഹൻ ഒരു ആരാധ്യനെ, ഗൈരി ഞാനല്ലാത്ത ഒരു ആരാധ്യനെ നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ല അജ്അലന്നക, തീർച്ചയായും ഞാൻ നിന്നെ ആക്കുക തന്നെ ചെയ്യും, മിനൽ മസ്ജൂനീൻ, സിജിനിൽ അടക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ. സിജിന് എന്ന് പറഞ്ഞാൽ ജയില് എന്ന്. മിനൽ മസ്ജൂനീൻ, തടവിലാക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിന്നെ ഞാനാക്കും. ഞാനല്ലാത്ത ഒരു രക്ഷിതാവിനെ, ഇലാഹിനെ നീ സ്വീകരിച്ചാൽ. അപ്പം അവൻ ആവശ്യപ്പെടുന്നത് ഞാൻ ഇലാഹാണ് എന്നാണ്, ഞാനാണ് നിങ്ങളുടെ ആരാധ്യൻ. എല്ലാ കാലഘട്ടത്തിലും ഈ മനുഷ്യന്മാർ അവരുടെ കഴിവിനെപ്പറ്റി അമിതമായി വിശ്വസിക്കുകയും അതിൽ ആകൃഷ്ടരാകുകയും ചെയ്ത് അവർ ജനങ്ങളുടെ നേതാവായി അവസാനം ഞാനാണ് നിങ്ങളുടെ ഇലാഹ് എന്ന് പറഞ്ഞെടുത്ത് കണ്ടെത്തും. നിന്നോട് വിളിച്ചോളി. അതാണ് എല്ലാ മതവിശ്വാസികളിലുള്ള അന്ന് പറഞ്ഞൊരു പ്രവാചകൻ അല്ല ഒരു രാജാവ് ഫിറഔൻ മാത്രമായിട്ടാണ് കാണുന്നത്. അതിനാ ഫിറഔൻ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബ പേരാണ്. ആ ഫിറഔനിൽ റംസീസ് രണ്ടാമൻ എന്ന് പറയുന്ന ആ ഫിറഔനാണ് പിന്നെ മൂസാ നബിയുടെ കാലത്തുണ്ടായിരുന്നത് എന്ന്. ആദ്യകാലത്തുണ്ടായിരുന്നു, പിന്നീടാണ് റംസീസ് രണ്ടാമൻ വരുന്നത്. അതാണ് പിന്നെ അദ്ദേഹം പോയിട്ടാണ് വേറെ ഫിറഔൻ വരുന്നത് എന്നൊക്കെ ചരിത്രത്തിലുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും ഇവിടെ എന്താ വെച്ചാൽ ഞാനാണ് ഇലാഹ്. അവിടെ എത്തി മനുഷ്യന്മാർ പറഞ്ഞിട്ട് എല്ലാ കാലഘട്ടത്തിലും മനുഷ്യന്മാരിങ്ങനെ ജനങ്ങളിൽ ഉയർന്ന് ഇങ്ങനെ വന്ന് അവസാനം അയാളാണ്ട് ദൈവമാകലാണ്, ദൈവത്തിലേക്കല്ലാണ്ട് എത്തിയിട്ട് പിന്നെ ഒരുപാട് ആളുകളുണ്ട്. ഈ ആൾ ദൈവങ്ങൾ എന്ന് പറഞ്ഞല്ലോ, ആൾ ദൈവങ്ങൾ ഇങ്ങനെ ചെറിയ ദൈവമായിട്ടിങ്ങനെ ചില അത്ഭുതങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് അനുയായികളിങ്ങനെ കൂടുമ്പോൾ അങ്ങനെ വന്നിട്ട് ഞാനാണ് ദൈവം എന്ന് പറഞ്ഞിട്ട് സ്വയം ചമയും. എന്നിട്ട് പിന്നെ കുറേ അത്ഭുത സിദ്ധികൾ കാണിക്കുന്നു എന്ന് വരുത്തി തീർക്കുന്ന ഒരുപാട് ആൾ ദൈവങ്ങൾ എല്ലാ മതവിഭാഗങ്ങളുടെ കൂട്ടത്തിലുമുണ്ട്, മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുമുണ്ട്. പറഞ്ഞ് എന്നോട് പ്രാർത്ഥിച്ചാൽ അനൽ വാഹിദുൽ ഫർദുൽ വഹീദുലിദാത്തിഹി എന്ന് പറഞ്ഞിട്ട്
ഷെയ്ഖ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ റഹ്മത്തുള്ളാഹി അലൈഹി ജീലാനി അദ്ദേഹം അത് പറഞ്ഞതല്ല, പക്ഷെ അദ്ദേഹത്തെപ്പറ്റി അദ്ദേഹം പറഞ്ഞതായിട്ട് പിൽക്കാലത്ത് ആളുകൾ കെട്ടിപ്പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ അറിവുണ്ട്, നോഹ് നബി അലൈഹി സ്വലാമിൻ്റെ അറിവുണ്ട്, ഞാൻ ഏകനാണ്. വായിലമു റംലൽ അർളിക്കം ഹിയ റംലത്തി വായിലമു മൗജൽ ബഹരിക്കം ഹിയ മൗജത്തി. സമുദ്രത്തിൽ എത്ര തിരമാലകളുണ്ടെന്ന് എനിക്കറിയാം, ഭൂമിയിൽ എത്ര മണൽത്തരികളുണ്ടെന്ന് എനിക്കറിയാം. യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ കണ്ണ് കരഞ്ഞ് കലങ്ങിയപ്പോൾ അതിന് വെളിച്ചം കൊടുത്തത് ഞാനാണ്, എൻ്റെ തുപ്പുനീര് കൊണ്ടാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീയിലിട്ടപ്പോൾ തീയ് കെടുത്തിയത് എൻ്റെ തുപ്പൽ കൊണ്ടാണ് എന്നൊക്കെയാണ് പറഞ്ഞിട്ട് ആൾ ദൈവമായി മാറിയ അനുഭവങ്ങളൊക്കെ മൊഹീദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിനെ പറ്റി ആളുകൾ പറഞ്ഞുണ്ടാക്കണം. ഒന്നും ഉള്ളതല്ല. ഏത് കാലഘട്ടത്തിലും അതിമാനുഷന്മാരായി വന്നിട്ട് ആൾ ദൈവങ്ങളായി ചമയുക എന്ന സമ്പ്രദായമുണ്ടായിട്ടുണ്ട്. മുസ്ലിം വിഭാഗത്തിൽ അങ്ങനെ ആളില്ലെങ്കിൽ പിൽക്കാലക്കാർ അവരെ അങ്ങനെ ഉണ്ടാക്കും. അവരങ്ങോട്ട് മാറ്റിയിട്ട് ഒരു കാല് വെച്ചാൽ പിന്നെ മറ്റേ കാല് ആസ്ട്രേലിയയിൽ കൊണ്ടുപോയി വെക്കും, മൂന്നാമത്തെ കാല് അറഫയിലായിരിക്കും. അങ്ങനെ മഹാന്മാരെ പറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ. മൊയ്തീൻ ഷെയ്ഖിൻ്റെ ഒരു കാല് ഇവിടെ ഉണ്ട്, അദ്ദേഹം ഒരു ചവിട്ട് ഇവിടെയാണ്. പിന്നെ അദ്ദേഹം ഇവിടെ നിസ്കരിക്കുമ്പോൾ അതേ സമയത്ത് തന്നെ അറമിൽ പോയി നിസ്കരിക്കുന്നുണ്ടാവും, അതേ സമയത്ത് തന്നെ ബൈത്തുൽ മുഖദ്ദസിലും ഉണ്ടാവും നിസ്കരിക്കുന്നു. അങ്ങനെ അതിമാനുഷന്മാരാക്കുക എന്നത് ഈ മനുഷ്യന്മാരുടെ ബഹുദൈവാരാധനയിലേക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാത്ത മനുഷ്യന്മാരുടെ ഒരു ചിന്തയാണ്. അത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഫിറഔന് ഞാൻ ഇലാഹാണല്ലേ ഇനിത്തഖറുത്ത ഇലാഹൻ ഗൈരി, ഞാനല്ലാത്ത ഒരു ഇലാഹിനെ നീ സ്വീകരിച്ചാൽ ലഅജ്അലന്നക, നിന്നെ ഞാൻ ആക്കുക തന്നെ ചെയ്യും, മിനൽ മസ്ജൂനീൻ, സിജിനിൽ അടക്കപ്പെട്ടവൻ, ജയിലിൽ അടക്കപ്പെട്ടവനാക്കും എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ തടവിലാക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അതാണ് അവസാനമുള്ളത്. ന്യായങ്ങൾ കൊണ്ടും ആദർശങ്ങൾ കൊണ്ടും ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെങ്കിൽ പിന്നീട് പരിഹസിച്ചു നോക്കും. എന്നിട്ടും നിലക്ക് നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഭീഷണി. അവസാനത്തത് ഭീഷണിയാണ്. ഇനി ഞാൻ തടവിലാക്കും കാല. അപ്പം മൂസാ നബി ചോദിച്ചുകൊണ്ടില്ല. ആ പ്രവാചകൻ മൂസാ പ്രവാചകൻ്റെ ആ മനോധൈര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ മനോധൈര്യം അദ്ദേഹം ഫിറഔൻ്റെ മുമ്പിൽ പ്രകടിപ്പിക്കുകയാണ്. എന്നിട്ടൊന്നും പേടിക്കണില്ല. ഞാൻ തടവിലിടും എന്ന് പറഞ്ഞപ്പോൾ മൂസാ നബി ചോദിക്കുന്നു, അവലൗ ജിഅ്തുക ബിശൈഇൻ മുബീൻ. അവലൗ ജിഅ്തുക, ജാ എന്ന് പറഞ്ഞാൽ വന്നു, ജിഅ്തു എന്ന് പറഞ്ഞാൽ ഞാൻ വന്നു, ജിഅ്തുക ഞാൻ നിൻ്റെ അടുക്കലേക്ക് വന്നു. അവലൗ ജിഅ്തുക ഞാൻ നിൻ്റെ അടുക്കലേക്ക് വന്നാലോ, ബിശൈഇൻ മുബീൻ വ്യക്തമായ ഒരു വസ്തു കൊണ്ട്, വ്യക്തമായ ഒരു വസ്തു എന്ന് പറഞ്ഞാൽ ഒരു തെളിവ്, ഞാനൊരു തെളിവും കൊണ്ട് വന്നാലോ നീ എന്നെ ജയിലിലിടോ? ജയിലിലിടുമെന്ന് പറഞ്ഞപ്പോൾ പേടിക്കല്ല മൂസാ നബി ചെയ്യേണ്ടത്. നീ എന്നെ ജയിലിലിടാൻ ഞാൻ പറയുന്നത് ശരിയാണെന്നതിന് അവലൗ ജിഅ്തുക ബിശൈഇൻ മുബീൻ, ഞാനൊരു വ്യക്തമായ തെളിവും കൊണ്ട് വന്നാലോ എന്നാണ്. ഷെയ്ഉൻ മുബീൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തമായ വസ്തു എന്ന് പറയുന്നത് തെളിവാണ്. ആ തെളിവും കൊണ്ട് വന്നാലോ എന്ന് മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു. കാല, അപ്പോൾ ഫിറഔൻ പറഞ്ഞു, ഫഅ്തി ബിഹി, എന്നാ അതുകൊണ്ട് കൊണ്ടുവാ. ശരി, എന്നാ തെളിവ് കൊണ്ടുവാ. നീ ഈ പറയുന്നത് റബ്ബുൽ ആലമീനെ പറ്റി പറയുന്ന നീ കൃത്യമായ ഒരു പ്രവാചകനാണ് എന്ന് സത്യമായും ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞാനൊരു തെളിവ് കൊണ്ടുവന്നാലോ എന്ന് ചോദിച്ചപ്പോൾ കാല, ഫിറഔൻ പറഞ്ഞു, ഫഅ്തി ബിഹി, എന്നാൽ ആ തെളിവ് കൊണ്ടുവാ. ഈ ഇത്തി നീ വരൂ, ബിഹി അതും കൊണ്ടുവാ. ഇൻ കുൻത മിന സ്വാദിഖീൻ, നീ സത്യവാനാണെങ്കിൽ, നീ സത്യമാണ് പറയുന്നതെങ്കിൽ ആ തെളിവ് കൊണ്ടുവാ എന്ന് ഫിറഔൻ മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു. അത് അവൻ്റെ കഷ്ടകാലമായിരുന്നു. മൂസാ നബി ആ തെളിവും കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹത്തിന് മൂസാ നബിയെപ്പറ്റി ഒരു തരത്തിലും ഒരു പ്രവാചകനാണ്, തെളിവേറ്റ കൊണ്ടുവരും, ദൃഷ്ടാന്തങ്ങൾ മൊയ്ജിദത്ത് കൊണ്ടുവരും എന്നുള്ള ഒരു വിശ്വാസമില്ല. വെറുതെ തർക്കിക്കുകയാണ്. മൂസാ നബിയാക്കാണെങ്കിലോ ദൃഢമായി അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തവും കൊണ്ട് പറഞ്ഞയച്ചതാണെന്നുള്ള നല്ല ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ തെളിവ് കൊണ്ടുവന്നാലോ, ഫഅ്തി ബിഹി, എന്നാ തെളിവും കൊണ്ടുവാ. ഇൻ കുൻത മിന സ്വാദിഖീൻ, നീ സത്യവാനാണെങ്കിൽ. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം
തൻ്റെ തെളിവ് പുറത്തേക്ക് എടുക്കുകയാണ്. എന്താ തെളിവ്? ഫഅൽഖാ അസാഹു, അപ്പോൾ മൂസാ നബി തൻ്റെ വടി നിലത്തിട്ടു. അൽഖാ എന്ന് പറഞ്ഞാൽ ഇട്ടു. അസാ എന്ന് പറയുന്നത് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വടി. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു എന്നും അത് ശുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ആട് മേക്കാൻ വേണ്ടി 10 കൊല്ലം അദ്ദേഹം മരുഭൂമിയിലേക്ക് പോയപ്പോൾ കയ്യിൽ കുത്തിപ്പിടിച്ചിരുന്ന ഒരു വടിയാണെന്നും അത് എന്താണ് എന്ന് അള്ളാഹു തൂരിസീനാ പർവ്വതത്തിൽ വെച്ച് ചോദിക്കുന്നുണ്ട്. മാഫി യദിക്കയാ മൂസ, മൂസ എന്താണ് എൻ്റെ കയ്യിലുള്ളത്? കാലം മൂസാ നബി പറയുന്നു, ഹി അസായ, അള്ളാഹുവെ അതെൻ്റെ വടിയാണ്. അതവക്ക ഉഹലിയ, ഞാനത് കുത്തിപ്പിടിച്ച് നടക്കാറുണ്ട്. വ അഹുഷു ബിഹ അലാ വനമി, എൻ്റെ ആടുകൾക്ക് ഇല തച്ച് പൊയിച്ചു കൊടുക്കാറുണ്ട്. വലിയ ഫിഹ മആരിബുഖറ, വേറെയും ചില ആവശ്യങ്ങൾ വടി കൊണ്ടുണ്ട്. അങ്ങനെയുള്ളൊരു വടിയാണ് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറയുന്നുണ്ട്, ഫ അൽഖിഹ യാ മൂസ, മൂസ അതൊന്ന് നിലത്തേക്ക് ഇട്ട് നോക്കൂ. അപ്പോൾ മൂസാ നബിൻ്റെ കയ്യിലുള്ള ഒരു സാധാ വടി തന്നെയാണ്, പക്ഷെ അത് നിലത്തേക്ക് ഇട്ടപ്പോൾ അള്ളാഹു അതൊരു മുഅ്ജിസത്താക്കി കാണിച്ചു കൊടുത്തു. ഫിറഔൻ ജീവിച്ചിരുന്ന കാലത്ത് മൂസാ നബി അവിടെ ചെന്ന കാലത്ത് അവർക്കിടയിലുള്ള ഏറ്റവും വലിയ അമാനുഷികതയായിരുന്നു ഈ മായാജാലക്കാർ, സാഹിര്യങ്ങൾ, മാരണവിദ്യക്കാർ വളരെ കൂടുതലുണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ അവർ മാരണം ചെയ്തിട്ട് മനുഷ്യന്മാർക്ക് പല കാര്യങ്ങളെയും ഇല്ലാത്ത കാര്യങ്ങളെ ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കാൻ കഴിവുള്ള മാരണക്കാർ ധാരാളം ഉണ്ടായിരുന്നു ആ കാലത്ത്. അപ്പോൾ അവരെ നേരിടാൻ, മാരണക്കാരെ നേരിടാൻ അതുപോലെയുള്ള ഒരു മോജിസത്ത് തന്നെയാണ് അല്ലാഹു തആല കൊണ്ടുപോയത്. അതാ ഫഅൽഖാ മൂസ ഫഅൽഖാ അസാഹു, അദ്ദേഹം തൻ്റെ വടി നിലത്തിട്ടു. ഫഇദാ ഹിയ സുഅ്ബാനും മുബീൻ, അതാ അത് വളരെ പ്രകടമായി കാണുന്ന ഒരു സുഅ്ബാൻ, ഒരു വലിയ സർപ്പമായി മാറിയിരിക്കുന്നു. ഫഇദാ ഹിയ, അപ്പോഴതാ ആ വടി സുഅ്ബാനും മുബീൻ, വളരെ വ്യക്തമായി ആർക്കും കാണാവുന്ന ഒരു വലിയ സുഅ്ബാൻ. സുഅ്ബാൻ എന്ന് പറഞ്ഞാൽ പാമ്പ്, വലിയ പാമ്പിനാണ് സുഅ്ബാൻ എന്ന് പറയാം. ഒരു നിലത്തിട്ടപ്പോൾ ഒരു സുഅ്ബാൻ, അതിപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു മുഅ്ജിസത്താണ്. മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്ക് അത്തരത്തിലുള്ള മുഅ്ജിസത്തുണ്ടായിരുന്നു. വടി നിലത്തിട്ടാൽ പാമ്പാവുക, ഒട്ടകം പാറക്കൂട്ടങ്ങളിൽ നിന്ന് ഒരു ഒട്ടകം താനെ വരിക, ഇങ്ങനെയൊക്കെയുള്ള പല മുഅ്ജിസത്തുകളും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത് അതിന് പകരം ഖുർആനാണ്. അതങ്ങനെ ഓതുക, എന്നിട്ട് അവരോട് പറയാം, എന്നാ നിങ്ങളൊന്ന് ഓതി. ഞാനും നിങ്ങളും ഒപ്പല്ലേ ജീവിച്ചത് ഈ മക്കത്ത്. ഞാനും പറയുന്ന ഭാഷ അലിഫ് ലാമ് മീമ് എന്നൊക്കെ പറയുന്ന അറബി ഭാഷ തന്നെയാണ്. നിങ്ങളും പറയുന്ന ഭാഷ അത് തന്നെയാണ്. എന്നെക്കാളും കൂടുതൽ അറബി ഭാഷ പഠിച്ച ആളുകളാണ് നിങ്ങൾ. നിങ്ങളുടെ കൂട്ടത്തിൽ കവികളുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ അറബി ഭാഷ വളരെ ആഴത്തിൽ പഠിച്ച് ഉൾക്കൊണ്ട ആളുകളുണ്ട്. ഞാൻ അത്രയൊന്നും ആയിട്ടില്ല, ഞാനൊരു അനാഥയായി വളർന്ന ആളാണ് ഞാൻ. പക്ഷെ ഞാൻ ഈ ഓരുന്ന ഖുർആന് നിങ്ങളൊന്ന് ഓതി. ഞാനീ ഇട്ട വടി പോലെ എൻ്റെ വടിയൊന്നും ഇടുമെന്ന് മൂസാ നബി പറഞ്ഞാൽ ഫിറാവിൻ്റെ കയ്യിൽ വടി ഉണ്ടാവും, പക്ഷെ ഇട്ടിട്ട് കാര്യമില്ല. അതുപോലെ മുഹമ്മദ് നബിക്ക് കൊടുത്തത് ഈ തരത്തിലുള്ള വടിയും അങ്ങനെയുള്ള കൺകെട്ടല്ല, ഖുർആനാണ്. അത് നബിയാണ്ട് ഓതി. വഇൻ കുൻതും ഫി റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, നമ്മുടെ അടിമക്ക് വേണ്ടി നാം ഇറക്കിക്കൊടുത്ത ഈ ഖുർആന് ശരിയല്ല എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഫഅ്തൂ ബി സൂറത്തിൻ മിൻ മിസ്ലിഹി, ഇതുപോലെയുള്ളൊരു സൂറത്ത് നിങ്ങൾ ഓതി എന്ന് റസൂലുള്ള പറയുമ്പോൾ അതൊരു വലിയ വെല്ലുവിളി തന്നെയല്ല. അത് അറബികളായ ആളുകളോട് അറബി ഭാഷയിലുള്ള ആ വചനം നബി ഇങ്ങനെ ഓതിക്കൊടുക്കുന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇതിൽ സംശയമുണ്ടോ, നിങ്ങൾ ഇതുപോലത്തെ ഒരു സൂറത്ത് കൊണ്ടുവരി, അല്ലെങ്കിൽ കുറച്ച് ആയത്തുകൾ നിങ്ങൾ കൊണ്ടുവരി. അതവർക്ക് കഴിയുന്നില്ലല്ലോ. എന്തായിരിക്കുമ്പോൾ അവർക്ക് എന്താ അറബി ഭാഷയിൽ അവരങ്ങനൊന്ന് ചെയ്യാൻ കഴിയാതിരുന്നത്? അതൊരു മുഅ്ജിസത്താണ്. ഭാഷാപരമായിട്ട് അത്ര ഉയർന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾക്ക് അതിന് പറ്റിയൊരു മുഅ്ജിസത്ത് അല്ലാഹു തആല കൊടുത്തു, ഖുർആൻ. പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നില്ല, അന്ന് കങ്കട്ടുകൾ മാരണങ്ങളായിരുന്നു. അതിന് പറ്റിയൊരു മുഅ്ജിസത്ത് കൊടുത്തു. അതാണ് ഫഇദാ ഹിയ സുഅ്ബാനും മുബീൻ. അതാ ഒരു വ്യക്തമായ സുഅ്ബാൻ, ഒരു വലിയ പാമ്പ് അവരുടെ മുമ്പിൽ നിൽക്കുന്നു.
മറ്റൊന്നുകൂടി വനസായദഹു. ഇപ്പം ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ മൊയ്സത്ത് എന്താ? കുരുടന്മാരെ കണ്ണ് തടവിയാൽ കുരുട് പിന്നെ കണ്ണ് തെളിഞ്ഞു കാണുന്നു, കണ്ണിന് കാഴ്ച വെക്കുന്നു. വെള്ളപ്പാണ്ട് അതിങ്ങനെ തടവിക്കൊടുത്താൽ ആ വെള്ളപ്പാണ്ട് മാറി സുഖമാകുന്നു. ആ കാലഘട്ടത്തിലെ ചികിത്സയായിരുന്നു ഏറ്റവും വലിയ ചികിത്സാരികളുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈസാ നബി അലൈഹി സ്വലാം പ്രവാചകനായി വരുന്നത്. അപ്പോൾ അള്ളാഹ് കൊടുക്കുന്നത് വലിയൊരു ചികിത്സ എന്താണ്? കണ്ണ്, കുരുടന്മാരുടെ കണ്ണ് സുഖപ്പെടുത്തി കൊടുക്കുക. അതുപോലെ വെള്ളപ്പാണ്ട് തടവി മാറ്റി കൊടുക്കുക. അതൊരു വലിയ അത്ഭുതമായിരുന്നു. ഓരോ കാലഘട്ടത്തിലും ആ ജനങ്ങളിൽ നിന്ന് വരുന്ന വെല്ലുവിളികളെ തടുക്കാൻ അവർക്ക് ശരിക്കും ഉത്തരം മുട്ടിക്കുന്ന കഴിവുകളാണ് മോചിതത്തുകളായി കൊടുത്തത്. അതായിരുന്നു വടി. ആ വടിയിട്ടപ്പോൾ സ്വൈബാനും മുബീനായി മാറി. വനസായദഹു, അദ്ദേഹം കൈ ഊരിയെടുത്തു. കൈ ഊരിയെടുത്തു എന്ന് പറഞ്ഞാൽ വേറെ സ്ഥലത്തുണ്ട്. ജയ്ബ്, തൻ്റെ കക്ഷത്തിൽ നിന്ന് കൈ ഊരിയെടുത്തു. കക്ഷത്തിൽ കൈ വെച്ചിട്ട് ഊരിയെടുത്തു. നസായദഹു, അദ്ദേഹത്തിൻ്റെ കൈ ഊരിയെടുത്തു. ഫഇദാഹിയ, അപ്പോഴതാ ആ കൈ ബൈളാഉ, അത് വെളുവെളുത്തതായി കാണുന്നു. ലിന്നാദിരീൻ, നോക്കുന്ന ആർക്കും വെള്ളയായി തോന്നുന്നു ആ കൈ. അതൊരു മോചിതത്വമായിരുന്നു. കക്ഷത്തിൽ വെച്ച് എടുത്താൽ നല്ല ശുദ്ധമായ വെളുവെളുത്ത യാതൊരു വൈകല്യവുമില്ലാത്ത വെട്ടിത്തിളങ്ങുന്ന വെള്ള. അത് വീണ്ടും കക്ഷത്തിൽ വെച്ചാൽ സാദാ കയ്യിൻ്റെ നിറമായി മാറുന്നു. ഇതൊരു മോചിതത്താണ്. ഫഇദാഹിയ ബൈളാഉ ലിന്നാദിരീൻ വനസായദഹു, അദ്ദേഹം തൻ്റെ കൈ ഊരിയെടുത്തു. ഫഇദാഹിയ ബൈളാഉ ലിന്നാദിരീൻ, നോക്കുന്ന ആളുകൾക്ക്, നളറ നോക്കി അല്ലെങ്കിൽ കണ്ടു, ലിന്നാദിരീൻ കാണുന്നവർക്ക് അത് വെളുവെളുത്ത ഒരു രൂപത്തിലായി മാറുന്നു. പക്ഷെ അതൊരു അങ്ങനെ അവർക്ക് തോന്നിപ്പിക്കുകയാണ്, യഥാർത്ഥത്തിലായിട്ടില്ല. കാരണം തിരിച്ചു വെച്ച് വീണ്ടും എടുത്താൽ സാധാരണ കൈയാവുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു വെളുപ്പും ഒരു പ്രകാശവും കയ്യിന് കാണുന്നവർക്ക് തോന്നിപ്പിക്കുന്ന വിധത്തിൽ. ആ വടി നിലത്തിട്ടാൽ പാമ്പായി മാറുന്നു. ആ പാമ്പ് മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹ് പറഞ്ഞു, ഖുദ്ഹ വലാ തഖഫ് സനുഈദുഹാ സീറത്തഹൽ ഊല. തൂർ സീനാ പർവ്വതത്തിൽ വെച്ച് പാമ്പ് മോചിതത്താക്കി കാണിച്ചു കൊടുത്തപ്പോൾ അള്ളാഹ് പറഞ്ഞു, പാമ്പായി മാറിയപ്പോൾ മൂസ പേടിക്കണ്ട, ലാ തഖഫ് ഖുദ്ഹ, ആ പാമ്പിനെ പിടിച്ചോ, വലാ തഖഫ് പേടിക്കണ്ട, സനുഈദുഹാ സീറത്തഹൽ ഊല, അതിൻ്റെ ആദ്യ രൂപത്തിലേക്ക് നാം മടക്കും. അപ്പോൾ പാമ്പിനെ മൂസാ നബി എടുത്തപ്പോൾ അത് സാധാ വടിയായി മാറി. അപ്പോൾ അത് കാണുന്ന ആളുകളെ പകിട്ടാക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഒരു അവസ്ഥ അള്ളാഹു ഉണ്ടാക്കി കൊടുത്തതാണ്. അതാണ് ആ വാക്ക് പറഞ്ഞത്. ബൈളാഉ ലിന്നാദിരീൻ, കാണുന്നവർക്ക് നല്ല വെള്ളയായിട്ട് തോന്നുന്നു ആ കയ്യ്. എന്നിട്ട് അപ്പോൾ ഇങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം രണ്ട് മോചിതത്വം അവിടെ വെച്ച് കാണിച്ചു കൊടുത്തു. കാല, അപ്പോൾ ഫിർഔൻ പറയുകയാണ്, ലിൽ മലഇ ഹൗലഹു, തൻ്റെ ചുറ്റുമുള്ള മലഇനോട്, അവൻ്റെ പരിവാരങ്ങളോട്. മലഇ എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ ചുറ്റുഭാഗത്തുമുള്ള പിന്നെ പ്രമുഖന്മാരായ ആളുകൾ. തൻ്റെ പ്രമുഖന്മാരായ ആളുകളോട് അവൻ പറഞ്ഞു, ഇന്നഹാദാ, തീർച്ചയായും ഇവൻ ലസാഹിറുൻ അലീം, പഠിച്ച കൺകെട്ടുകാരൻ തന്നെയാണ്. സാഹിർ എന്ന് പറഞ്ഞാൽ സിഹിർ ചെയ്യുന്നവൻ, മാരണം ചെയ്യുന്നവൻ, അല്ലെങ്കിൽ കൺകെട്ട് നടത്തുന്നവൻ. കൺകെട്ട്, മാരണം, സിഹിർ എന്നൊക്കെ പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ആവുന്നതല്ല, മനുഷ്യനെ പകിട്ടാക്കുന്ന ചില വിദ്യകൾ മാത്രമാണ്. അപ്പോൾ സാഹിറുൻ അലീം, നന്നായി പഠിച്ച ഒരു കൺകെട്ടുകാരൻ മാത്രമാണിവൻ. ഇവൻ പ്രവാചകനൊന്നുമല്ല. കാരണം ഫിറഔൻ ഇതുവരെ കാണാത്ത ഒരു വലിയ കൺകെട്ടാണ് മൂസാ നബി അലൈഹി സ്വലാം കാണിച്ചു കൊടുത്തത് എന്ന് അവന് തോന്നിയത്. യുരീദു അൻ യുഖ്രിജക്കും മിൻ അർളിക്കും, നിങ്ങളുടെ നാട്ടിൽ നിന്ന് അവൻ നിങ്ങളെ പുറത്താക്കാനാണ് ഉദ്ദേശിക്കുന്നത്. യുരീദു, അവൻ കരുതുന്നു, വിചാരിക്കുന്നു, അൻ യുഖ്രിജക്കും മിൻ അർളിക്കും, നിങ്ങളുടെ ഭൂമിയിൽ നിന്ന്, അതായത് നിങ്ങളുടെ നാട്, നിങ്ങളുടെ ഈ നാട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാൻ. ബിസ്സഹ്രിഹി, അവൻ്റെ മാരണം കൊണ്ട്, മായാജാലം കൊണ്ട് നമ്മളെ ഇവിടുന്ന് പുറത്താക്കിയിട്ട് അവനിവിടെ അധികാരത്തിൽ വരാനുള്ള കൺകെട്ട് വിദ്യകളാണ് ഇവൻ കാണിക്കുന്നത്
ഇവൻ്റെ ഉദ്ദേശം നമ്മളെ നാട്ടിൽ നിന്ന് പുറത്താക്കി അവൻ ഇവിടെ കയറിക്കൂടലാണ്. ഫമാദാത്ത് ഇമുറൂൻ, അപ്പോൾ നിങ്ങൾ എന്താണ് എന്നോട് കൽപ്പിക്കുന്നത്? ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇവനെ കൊണ്ട് ഞാൻ എന്താ വേണ്ടത് എന്നർത്ഥം. ഫമാദാത്ത് ഇമുറൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് എന്നോട് കൽപ്പിക്കുന്നത്? ഇങ്ങോട്ട് പറയും, ഞാൻ എന്താ വരെ ചെയ്യേണ്ടത്? നിങ്ങൾ പറയും എന്താണ്? ഫമാദാത്ത് ഇമുറൂൻ ഖാലു. അപ്പോൾ അവൻ്റെ ചുറ്റുഭാഗത്തുമുള്ള ആളുകൾ പറഞ്ഞു, അർജിഹ് വ അഖാഹു, അവന് നീ കുറച്ച് സമയം കൊടുക്ക്. അതായത് ഫിറഔനൊരു പക്ഷേ അവനെ കൊല്ലണമെന്നോ എന്തെങ്കിലും ചെയ്യാൻ അവന് കഴിയുമായിരുന്നു. പക്ഷേ അള്ളാഹു തആല തോന്നിപ്പിച്ചില്ല മറ്റുള്ളവരോട് പറയാൻ. എന്നാ അവനാണ് കൊന്നുകള എന്ന് ആളുകൾ പറയുകയാണെങ്കിൽ മൂസാ നബിയെയും ഹാറൂൻ നബിയെയും കൊല്ലാൻ മാത്രമേ അവരുള്ളൂല്ലോ. പക്ഷെ അള്ളാഹു തആല മറ്റൊന്നാ തോന്നിപ്പിച്ചത്, അർജിഹ് വ അഖാഹു. ആളുകൾ പറഞ്ഞു, അർജിഹ്, നീ കുറച്ച് സമയം കൊടുക്കുക. അർജഹ എന്ന് പറഞ്ഞാൽ ഈ നീട്ടിക്കൊടുത്തു, സമയം നീട്ടിക്കൊടുത്തു. വ അഖാഹു, അവൻ്റെ സഹോദരനും അവനും കുറച്ച് സമയം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ തൽക്കാലം ഒന്നും ചെയ്യേണ്ട, ഒന്ന് കുറച്ച് സമയം കഴിയട്ടെ, നമുക്ക് വേറൊരു പണിയെടുക്കാം, അവനൊന്ന് പരാജയപ്പെടുത്താൻ വേറൊരു പണി കാണാമെന്നാ. എന്താണത്? വബ്അസ് ഫിൽ മദാഇനി ഹാശിരീൻ, വബ്അസ്, താങ്കൾ പറഞ്ഞയക്കുക, ഫിൽ മദാഇനി, മദീനകളിലേക്ക്, പട്ടണങ്ങളിലേക്ക് താങ്കൾ പറഞ്ഞയക്കുക, ഹാശിരീൻ, ആളുകളെ ഒരുമിച്ച് കൂട്ടാൻ. ഹസറ എന്ന് പറഞ്ഞാൽ മഹസർ, ഒരുമിച്ച് കൂടുന്ന സ്ഥലം. ഹാശിരീൻ, ആളുകളെ ഒരുമിച്ച് കൂട്ടാൻ, അതായത് ആളുകളെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ പട്ടണങ്ങളിലേക്ക് പറഞ്ഞേക്ക്. ഓല അവിടെ നിൽക്കട്ടെ, ഓൽക്ക് കുറച്ച് സമയം അനുവദിച്ചു കൊടുക്ക്, ഇപ്പോൾ ഒന്നും ചെയ്യണ്ട. എന്നിട്ട് പട്ടണങ്ങളിലേക്ക്, അവിടെയൊക്കെയുള്ള സാഹചര്യങ്ങളെ കൊണ്ടുവരാനാണ്, അവിടെയുള്ള മാരണക്കാരെ കൊണ്ടുവരാൻ വേണ്ടി. വബ്അസ് ഫിൽ മദാഇനി ഹാശിരീൻ, പട്ടണങ്ങളിലേക്ക് ആളുകളെ ഹാശിരീൻ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി, അതായത് ആളുകളെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ പട്ടണങ്ങളിലേക്ക് ആളെ അയക്കുക എന്ന് ഫിറഔൻ്റെ കൂടെയുള്ള മലഉകൾ, പ്രമാണിമാർ അദ്ദേഹത്തോട് ഉപദേശിച്ചു. എന്തിനാണ് ആളെ കൂട്ടുന്നത്? എത്തൂക്ക, അവർ നിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരട്ടെ, ബിക്കുല്ലി സഹാരിൻ അലീം, നല്ല വിവരമുള്ള സഹാറുകളെ, നല്ല സിഹർ ചെയ്യുന്നവരെ. മൂസാ നബി നല്ലൊരു വിവരമുള്ള, നല്ല പഠിച്ച മാരണക്കാരനാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എത്തൂക്ക ബിക്കുല്ലി സഹാരിൻ അലീം, നമ്മളെ ഈ ഈജിപ്ഷ്യൻ പട്ടണങ്ങളിൽ പലയിടത്തുമുള്ള എല്ലാ സാഹിര്യങ്ങളും, സഹാർ എന്ന് പറഞ്ഞാൽ കൂടുതൽ മാരണം ചെയ്യുന്ന, അലീമുൻ, നല്ല പഠിച്ചു മനസ്സിലാക്കിയ മാരണം ചെയ്യുന്ന എല്ലാവരും ഇങ്ങോട്ട് വരട്ടെ, മദീന പട്ടണങ്ങളിലേക്ക് ആളുകളെ പറഞ്ഞയച്ച് അവരൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് ഒരുമിച്ച് കൂട്ടുക, ഹാസിരീൻ, ഒരുമിച്ച് കൂട്ടുക. അപ്പോൾ നാട്ടിലുള്ള എല്ലാ സാഹചര്യങ്ങളെയും, എല്ലാ അറിവുള്ള സാഹചര്യങ്ങളെയും വിളിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഒരുമിച്ച് കൂട്ടുക. അതുവരെ അവർക്ക് സമയം കൊടുക്കുക, അവരവിടെ നിൽക്കട്ടെ, ഒന്നും ചെയ്യണ്ട. ഇത് പറഞ്ഞാൽ അവരോട് നമുക്ക് സിഹർ കൊണ്ട് തന്നെ നേരിടാം എന്ന് തൻ്റെ അനുയായികൾ ഫിറഔനോട് പറഞ്ഞു. ഫജുമി അസ്സാറത്തു, അങ്ങനെ സാഹിര്യങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടു. അവരൊക്കെ ഫിറഔൻ്റെ കൽപ്പനപ്രകാരം നാടിൻ്റെ നാനാഭാഗത്തുമുള്ള എല്ലാ മായാജാലക്കാരും മാരണക്കാരും ഒരുമിച്ച് കൂട്ടപ്പെട്ടു. ലി മീഖാത്തി യൗമിൻ മഅലൂം, യൗമും മഅലൂം എന്ന് പറഞ്ഞാൽ നിശ്ചയിച്ച, അറിയുന്ന ഒരു എല്ലാവർക്കും അറിയുന്ന ഒരു നിശ്ചിത ദിവസത്തിന്. മീഖാത്ത് എന്ന് പറഞ്ഞാൽ നിശ്ചിത സമയം അല്ലെങ്കിൽ നിശ്ചിത സ്ഥലം, അത് രണ്ടിനും മീഖാത്ത് എന്ന് പറയും. നമ്മൾ ഹജ്ജിന് പോകുമ്പോൾ മീഖാത്തിൽ വെച്ച് ഇഹ്റാം കെട്ടുക എന്ന് പറഞ്ഞാൽ അതിന് നിശ്ചയിക്കപ്പെട്ട ഒരു സ്ഥലമാണ് മീഖാത്ത്. അതായത് നമ്മളെ യലംലം, കപ്പലിനൊക്കെ പോവുകയാണെങ്കിൽ യലംലം, അല്ലെങ്കിൽ സെയിൽ എന്ന് പറയുന്ന, സെയിലുൽ കബീർ എന്ന് പറയുന്ന സ്ഥലം, അതൊക്കെയാണ് ഹജ്ജിന് ഇഹ്റാം കെട്ടാനുള്ള മീഖാത്ത്. ഇവിടെ നിശ്ചയിച്ച സമയമാണ്. അതായത് ഫിറഔൻ അവരുടെ ഒരു പെരുന്നാൾ ദിവസം, ഒരു ആഘോഷ ദിവസം എല്ലാ സാഹചര്യങ്ങളും വന്നിട്ട് മൂസാ നബിയുമായി സിഹർ കൊണ്ട് ഏറ്റുമുട്ട എന്നാണ് അവർ തീരുമാനിച്ചത്. അത് വേറെ ആയത്തുകളിൽ ഈ ചരിത്രം പറയുന്നിടത്തുണ്ട്.
അങ്ങനെയുള്ള മീഖാത്ത് യൗമി മാലൂം എന്ന് പറഞ്ഞാൽ ഒരു യൗമുസ്സീന, അവർ അലങ്കരിച്ചൊരുങ്ങുന്ന ഒരു പെരുന്നാൾ ദിവസം ഉണ്ടായിരുന്നു. എല്ലാ തൊഴിലുകളും ഒഴിവാക്കി ഒരു യൗമുസ്സീനത്തുണ്ടായിരുന്നു. അവർ അലങ്കരിച്ചൊരുങ്ങുന്നൊരു ദിവസം, അവരുടെ ഒരു ആഘോഷ ദിവസമാണ്. അന്ന് പണിക്കൊന്നും പോവില്ല. അപ്പം യതൂക ബികുല്ലി സഹാരിൻ അലീം, എല്ലാ വിവരമുള്ള സാഹചര്യങ്ങളെയും അവർ കൊണ്ടുവരട്ടെ. ആളുകളൊക്കെ അയച്ചിട്ട് എല്ലാ പട്ടണങ്ങളിലും പോയി ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടി അവർ നിൻ്റെ അടുക്കൽ എല്ലാ സാഹചര്യങ്ങളെയും കൊണ്ടുവരട്ടെ എന്ന് മലവുകളായിട്ടുള്ള പ്രമാണിമാർ രാജാവിനോട് നിർദ്ദേശം കൊടുത്തു. ഫജുമിഅ സഹറത്തു, അങ്ങനെ എല്ലാ മാരണക്കാരെയും ഒന്നിച്ചു കൂട്ടപ്പെട്ടു. എല്ലാവരെയും രാജകൽപ്പന പ്രകാരം ഒരുമിച്ച് കൂട്ടപ്പെട്ടു. ലിമീഖാത്തി യൗമിൻ മഅലൂം, എല്ലാവർക്കും അറിയുന്ന ഒരു നിശ്ചിത ദിവസം, അതായത് യൗമുസ്സീന. മൗഇദുഹും യൗമുസ്സീന എന്ന് വേറെ സ്ഥലത്തുണ്ട്. മൗഇദുഹും യൗമുസ്സീന, അവർ ഒരുമിച്ച് കൂടുന്ന ദിവസം യൗമുസ്സീനത്തിലാണ്. ഏതോ ഒരു പെരുന്നാളാണ് അവരുടെ. വഖീല ലിന്നാസി, ആളുകളോട് പറയപ്പെട്ടു, അതായത് ആളുകളൊക്കെ വന്നല്ലോ, അപ്പോൾ നിങ്ങളൊക്കെ റെഡിയായോ എന്നാണ്. വഖീല ലിന്നാസി ഹൽ അൻതും മുജ്തമിഊൻ, ജനങ്ങളോട് പറയപ്പെട്ടു, ഹൽ അൻതും മുജ്തമിഊൻ, നിങ്ങളാ എല്ലാവരും ഒന്നിച്ചെത്തിയോ എന്ന് ജനങ്ങളോട് വിളിച്ചു പറയപ്പെട്ടു. എന്നിട്ട് പറയാണ് ലഅല്ലനാ നത്തബിഉ സഹറത, നമുക്ക് ഈ മാരണക്കാരെ പിന്തുടരാം. ഇൻ കാനൂഹുമുൽ ഗാലിബീൻ, അവർ വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരെ പിന്തുടരാം എന്ന് അവർ സമാധാനിക്കുകയാണ്. എല്ലാ സാഹചര്യങ്ങളും വന്നു, വിവരമുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു, എല്ലാവരും എത്തിയില്ലേ? ശരി, ഇനി നമുക്ക് മൂസാ നബിനെ ഏറ്റുമുട്ടാം, എന്നിട്ട് ഈ സാഹചര്യങ്ങളെ പിന്തുടർന്ന് നമുക്ക് ജീവിക്കാം. ലഅല്ലനാ നത്തബിഉ സഹറത, നമുക്ക് ആ സഹറത്തിനെ പിൻപറ്റാം. ഇൻകാനൂഹുമുൽ ഗാലിബീൻ, അവർ വിജയികളായിരിക്കുകയാണെങ്കിൽ. അങ്ങനെ ഫലമ്മാ ജാ അസ്സഹറത്തു, സഹറത്തുകൾ, സാഹിറിൻ്റെ ബഹുവചനമാണ് സഹറത്ത്. മാരണക്കാരൊക്കെ വന്നപ്പോൾ ഖാലു, അവർ ചോദിച്ചു ഫിറഔനോട്, അവരൊക്കെ വലിയ പേരുകേട്ട മാരണക്കാരായിരിക്കുകയും, അപ്പോൾ അവരവിടെ ഫിറഔൻ വിളിച്ചു കൂട്ടിയതല്ലേ, ഫിറൗൻ്റെ ആ പ്രമാണിത്വം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നതല്ലേ. അപ്പോൾ അവർ കൂലി പറയാണിപ്പോൾ, ഇപ്പോൾ പറഞ്ഞാലേ കിട്ടുള്ളൂ എന്നുള്ളതിലൊക്കെ ഫിറൗനോട് അവർ ചോദിച്ചു. ഖാലൂലി ഫിറൗന ഇന്നലനാ ല അജ്റൻ, ഞങ്ങൾക്ക് അജ്റുണ്ടാകുമോ? അജ്ർ എന്ന് പറഞ്ഞാൽ കൂലി. ഇൻ കുന്നാ നഹ്നുൽ ഗാലിബീൻ, ഞങ്ങൾ ഗാലിബീങ്ങളായി കഴിഞ്ഞാൽ, ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ, ഇൻകാനുഹുമുൽ ഗാലിബീൻ എന്നല്ലോ, ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൂലി തരുമോ എന്ന് രാജാവിനോട് ചോദിക്കുകയാണ്. കാരണം ഇപ്പം ചോദിച്ചാലാണല്ലോ രാജാവിൻ്റെ അടുത്ത് ഉറപ്പ് കിട്ടുക. ഇത് രാജപദവിയെ വെല്ലുവിളിക്കുന്ന ഒരു സിഹറുമായിട്ടാണല്ലോ മൂസാ നബി വന്നത്. അപ്പോൾ അതിന് മറുപടി കൊടുക്കണമെങ്കിൽ സാഹചര്യങ്ങൾ തയ്യാറാവണം. അപ്പം ഞങ്ങൾ ജയിച്ചാൽ ഞങ്ങൾക്ക് കൂലി തരുമോ എന്നവർ ചോദിച്ചപ്പോൾ ഖാല, ഫിറഔൻ പറഞ്ഞു, ഞാൻ അതെ, വ ഇന്നക്കും ലമിനൽ മുഖറബീൻ, കൂലി മാത്രമല്ല, വ ഇന്നക്കും ലമിനൽ മുഖറബീൻ, നിങ്ങൾ എൻ്റെ അടുത്ത ആളുകളായി മാറുക തന്നെ ചെയ്യും. അപ്പം ഞാൻ നിങ്ങളെ പ്രത്യേക പദവി തന്ന് മുഖറബായിട്ട് എന്നോട് രാജാവിനോട് അടുത്ത ആളുകളായി, മുഖറബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തവൻ, രാജാവിൻ്റെ അടുത്ത ബന്ധമുള്ളവരാക്കി നിങ്ങളെ ഞാൻ മാറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഞാൻ ഇവിടെ അംഗീകാരം, കൊട്ടാരത്തിൽ വലിയ സ്ഥാനമാനങ്ങളൊക്കെ തന്ന് സ്വന്തക്കാരാക്കി മാറ്റും. ധൈര്യമായിട്ട് സേർ ചെയ്തോളി, മൂസാ നബിനെ പരാജയപ്പെടുത്തിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഫിറഔൻ പ്രോത്സാഹനം കൊടുത്തു. ഖാല ലഹും മൂസ, അവരോട് മൂസാ നബി പറഞ്ഞു, എന്നാ അൽഖൂ മാ അൻതും മുൽഖൂൻ, നിങ്ങൾക്ക് നിലത്തിടാനുള്ളതൊക്കെ ഇട്ടോളി. മൂസാ നബിയുടെ ആത്മവിശ്വാസമാണിത്. കാരണം പഠിച്ചോൻ തന്ന ആത്മവിശ്വാസമാണ്. അപ്പം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതാ, മറുകക്ഷി എത്ര വലിയ മഹാരാജാവാണെങ്കിലും എത്ര ശക്തന്മാരാണെങ്കിലും വിശ്വാസത്തിൻ്റെ എതിരാളികളായിട്ടുള്ള ആളുകൾ എത്ര ഭൂരിപക്ഷവും എത്ര ശക്തന്മാരുമാണെങ്കിലും ഈമാനും ഇസ്ലാമും തവക്കുലും നമുക്ക് ആത്മവിശ്വാസം നൽകുമെങ്കിൽ ആരുടെ മുമ്പിലും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. പഠിച്ചോ നമ്മളെ രക്ഷിക്കും.
ആ ഒരു ആത്മവിശ്വാസമാണ് മൂസാ നബി അവരോട് പറയുന്നത്. ഖാലലഹു മൂസ, നാട്ടിലുള്ള എല്ലാ സാഹചര്യങ്ങളും വന്ന് മൂസാ നബിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഫിറൗനും ഉണ്ട് അവരുടെ കൂടെ. മൂസാ നബി ഒറ്റക്ക് നിൽക്കുകയാണ്. മൂസാ നബി പറഞ്ഞു, അൽക്കൂ, ഖാലലഹു മൂസ അൽക്കൂ, നൈട്ടോളി, മാ അൻതും മുൽക്കൂൻ, നിങ്ങൾക്ക് ഇടാനുള്ളതൊക്കെ നിങ്ങൾ ഇട്ടോളി, എന്നിട്ട് ഞാൻ ഇട്ടോളാം, നിങ്ങളാതിട്ടോളി. ഫ അൽക്കൂ ഹിബാലഹും, അവർ അവരുടെ കയറുകളെ, ഹബല് കയറ്, ഐസിയ്യ് അസ വടി, അവരുടെ കയ്യിൽ വടികളും കയറുകളും ഉണ്ടായിരുന്നത്. ഹബലുകൾ അതിൻ്റെ ബഹുവചനമാണ് ഹിബാല്. അസ വടി, മൂസാ നബിൻ്റെ അടുത്തുള്ള വടി പോലെ തന്നെ അതിൻ്റെ ബഹുവചനമാണ് ഐസിയ്യ്, വടികൾ. ഫ അൽക്കൗ ഹിബാലഹും വ ഐസിയ്യഹും, അവരുടെ കയറുകളെയും വടികളെയും അവർ നിലത്തിട്ടു. എന്നിട്ട് വഖാലു, ഇങ്ങനെ പറയുക കൂടി ചെയ്തു, ബിഇസ്സത്തി ഫിർഔന, ഫിർഔനിൻ്റെ പ്രതാപം കൊണ്ട് സത്യം, ഇന്നാ ലനഹ്നുൽ ഗാലിബൂൻ, തീർച്ചയായും ഞങ്ങൾ തന്നെയാണ് വിജയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഫിർഔനെ പിടിച്ച് സത്യം ചെയ്ത് ഞങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യുമെന്ന കടുത്ത വിശ്വാസത്തോടുകൂടി അവരുടെ കയറുകളും വടികളും അവർ നിലത്തിട്ടു. അത് കഴിഞ്ഞപ്പോൾ ഫ അൽഖാ മൂസ, മൂസാ നബിയു ഇട്ടു അസാഹു, തൻ്റെ വടി. ഫ ഇദാഹിയ, അപ്പോഴതാ ആ വടി, തൽഖഫുമായ ഇഫിക്കൂൻ, അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ആ വസ്തുക്കളെ മുഴുവനും പിടിച്ചു വിഴുങ്ങുന്നു എന്ന്. ലഖഫ എന്ന് പറഞ്ഞാൽ അതിനെ പിടിച്ച് വിഴുങ്ങുകയാണ്. മാ ഇഫിക്കൂൻ, അവർ കെട്ടിച്ചമച്ചുണ്ടാക്കി, അതായത് അവർ വ്യാജമായി ഉണ്ടാക്കിയ ഈ മായാജാലങ്ങളായി ഉണ്ടാക്കിയ എല്ലാത്തിനെയും ഇത് പിടിച്ച്, ലഖഫ എന്ന് പറഞ്ഞാൽ വിഴുങ്ങിയെന്ന, അത് പിടിച്ച് വിഴുങ്ങി. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ വലിയ പാമ്പ് അവരിട്ട പാമ്പുകളെ പിടിച്ച് മുഴുവനും വിഴുങ്ങി. തൽഖഫുമായി ഇഫിക്കൂൻ, ഇതാണ് സംഭവിച്ചത്. ഇത് കണ്ടപ്പോൾ സാഹിര്യങ്ങൾക്ക്, ഫിറൗനിൻ്റെ അനുയായികളായി വന്ന സാഹിര്യങ്ങൾക്ക് ബോധ്യപ്പെട്ടു, ഇത് സിഹറല്ല, മൂസാ നബിയുടെ കയ്യിലുള്ള വടി മറ്റൊന്ന് തന്നെയാണ്. കാരണം അവരുടെ വടികൾ മുഴുവനും വിഴുങ്ങുകയാണല്ലോ. ഒരു പാമ്പ്, ഒരാളുടെ പാമ്പ് മറ്റുള്ളതിനൊക്കെ പിടിച്ച് വിഴുങ്ങുകയാണ്. അപ്പോൾ ഫ ഉൽഖിയ സഹറത്തു സാജിദീൻ, ആ മായാജാലക്കാരെല്ലാം നിലത്ത് വീണു. സാജിദീൻ, സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അവർ കീഴടങ്ങി. അവർ അതിൻ്റെ മുമ്പിൽ കീഴടങ്ങിയിട്ട് സാജിദീൻ അലി റബ്ബിഹിം ന ഫബി ഇസ്സത്തി ഫിറൗൻ, ഫിറൗനിൻ്റെ പ്രതാപം തന്നെയാണ് സത്യം, ഞങ്ങൾ ജയിക്കും എന്ന് പറഞ്ഞ ആളുകൾക്ക് നേരിട്ട് സത്യം ബോധ്യപ്പെട്ടപ്പോൾ ഫ ഉൽഖിയ സഹറത്തു സാജിദീൻ, ആ മായാജാലക്കാരെല്ലാം സുജൂദ് ചെയ്തുകൊണ്ട് നിലത്ത് വീണു, അള്ളാഹുവിനെ സുജൂദ് ചെയ്തുകൊണ്ട്. എന്നിട്ട് ഖാലു, അവർ പറഞ്ഞു, ആമന്നാ ബി റബ്ബിൽ ആലമീൻ, ഞങ്ങൾ റബ്ബുൽ ആലമീനിൽ വിശ്വസിച്ചിരിക്കുന്നു. റബ്ബി മൂസ വ ഹാറൂൻ, മൂസാ നബിയുടെയും ഹാറൂനിലെയും റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചു. ആണ് ബോധ്യപ്പെട്ടപ്പോൾ പിന്നെ അവർക്ക് നിൽക്കക്കള്ളിയില്ലാതായി, വിശ്വസിക്കല്ലാതെ. അപ്പോൾ വമാ റബ്ബുൽ ആലമീൻ, ഏതാ റബ്ബുൽ ആലമീൻ എന്നുള്ള ചോദ്യമെന്നാണ് ഈ സിഹറും വടി ഇടുന്നതും തെളിവ് കാണിച്ചു കൊടുക്കുന്നതും അതിന് മറുത്ത തെളിവുമായി ഫിറൗന് വരുന്നതും ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അവസാനം സംഭവിച്ചത് ആമന്നാ ബി റബ്ബിൽ ആലമീൻ റബ്ബി മൂസ വ ഹാറൂൻ, മൂസാ നബിയും ഹാറൂൻ നബിയും പറഞ്ഞ ആ റബ്ബുൽ ആലമീനായ റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചു എന്ന് ഫിറൗനിൻ്റെ മുമ്പിൽ വെച്ച് അവരും ആണയിട്ട് സുജൂദ് ചെയ്തുകൊണ്ട് പറഞ്ഞു. ഇവിടെയാണ് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ആ പ്രബോധനത്തിന് വഴിതിരിവുണ്ടാകുന്നത്. അപ്പോൾ അവിടെ നമുക്ക് നിർത്താം ഇൻഷാ അല്ലാഹ്. 48-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ്. ഇനി ബഅദ റമളാൻ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏതായാലും ഈ നോമ്പ് കാലത്ത് ഏതായാലും നമ്മൾ ഖുർആൻ ഓതുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഓതുമ്പോൾ ഈ സൂറത്തുൽ ഫുർഖാനും ഇതൊക്കെ ഈ പരിഭാഷ ഉണ്ടാവുമല്ലോ എല്ലാവരുടെ കയ്യിലും. ഒക്കെ ഒന്നെടുത്ത് ഓതിയാൽ നമുക്കൊരു ഓർമ്മ കിട്ടും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാനിൽ പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്ത് പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായി മാറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.